നമസ്കാരം. ശ്രീകലാ ധനേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. ഞാനിന്ന് പറയാൻ പോകുന്നത് അജാമിളോപാഖ്യാനത്തിലെ അജാമിളന്റെ കഥയെക്കുറിച്ചാണ്. കന്യാകുബ്ജം എന്ന നഗരത്തിൽ അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അവൻ വേദജ്ഞനും സദ്ഗുണ സദാചാര സമ്പന്നനും വ്രതാനുഷ്ഠാന തത്പരനും മൃദുശീലനും ജിതേന്ദ്രിയനും സത്യനിഷ്ഠനും മന്ത്രജ്ഞനും ശുദ്ധഹൃദയനുമായിരുന്നു. ഗുരുക്കന്മാരെ ഭക്തിവിശ്വാസത്തോടെ സേവിച്ചു. അഗ്നിഹോത്രാദികളെ കൃത്യമായി ചെയ്തു. അതിഥികളെയും വൃദ്ധന്മാരെയും ശ്രദ്ധാദരവോടുകൂടി സേവിച്ചു. അശേഷം അഹങ്കാരമില്ലാത്തവനുമായിരുന്നു. ഒരു പ്രാണിയെയും ഹിംസിച്ചിരുന്നില്ല. പരലോക പ്രാപ്തി സാധനകളിൽ അതീവ തത്പരനായിരുന്നു. മിതഭാഷിയും അസൂയരഹിതനുമായിരുന്നു. മാതാപിതാക്കളെ ദൈവത്തെ പോലെ അനുസരിച്ച് ശുശ്രൂഷിച്ചിരുന്നു. സാധുശീലനും പതിവ്രതയുമായ പത്നിയെ വാത്സല്യപൂർവ്വം സംരക്ഷിച്ചിരുന്നു. ഇപ്രകാരം ഉത്തമ ഗുണസമ്പന്നനായ ബ്രാഹ്മണൻ യാദൃശ്ചികമായി അസത് സംസർഗത്താൽ അധപതിച്ച കഥയാണ് ഇനി പറയാൻ പോകുന്നത്. അയാൾ ഒരു ദിവസം പിതാവിന്റെ ആജ്ഞയനുസരിച്ച് വനത്തിൽ പോയി സമിത്ത്, കുശ മുതലായ പൂജസാമഗ്രികളെ സമ്പാദിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ വെച്ച് അധികമികയായ ഒരു ശൂദ്രനെയും കൂടെ ഒരു ദാസിയെയും കണ്ടു. രണ്ടുപേരും മൂക്കറ്റം മദ്യം സേവിച്ച് മതോന്മത്തരായി നിർലജ്ജം വിഹരിച്ചുകൊണ്ടിരുന്നു. വസ്ത്രങ്ങൾ അഴിഞ്ഞ് വീണതറിഞ്ഞിരുന്നില്ല. മദ്യലഹരിയിൽ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവർ അടുക്കുകയും ആടുകയും പാടുകയും ഇടയ്ക്കിടെ ആലിംഗനാദികൾ ചെയ്ത് മതോത്സവം കൊണ്ടാടുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണൻ ആ കാഴ്ച കണ്ടു. പെട്ടെന്ന് ദാസിയിൽ കാമമോഹിതനായി ഭവിച്ചു. തൻ്റെ ശാസ്ത്രജ്ഞത്താലും വിവേകത്താലും ആ ദുർമോഹത്തിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും പരിശ്രമിച്ചു നോക്കി. പക്ഷെ ഫലിച്ചില്ല. കാമമാകുന്ന ഭൂതം അവനെ വിചാരശൂന്യനാക്കി തീർത്തു. ദാസിയിൽ മോഹിച്ച് അവളെ തന്നെ നോക്കി നിന്നു. അത്ര തന്നെ. അവൻ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയില്ല. താൻ സംഭരിച്ച സാധനങ്ങളെയെല്ലാം അവിടെ തന്നെ ഉപേക്ഷിച്ചു. അതുവരെ ശ്രദ്ധാഭക്തിയോടുകൂടി ആചരിച്ചു വന്ന സ്വധർമ്മങ്ങളെയും കൈവിട്ട് ദാസിയുടെ അടുത്തു ചെന്നു. അവളും അവനെ പ്രീതിയോടുകൂടി സ്വീകരിച്ചു. അവൻ ലേശവും വീണ്ടുവിചാരം കൂടാതെ അവളോട് ചേർന്ന് ആടിക്കുഴഞ്ഞു. പിന്നത്തെ പ്രവൃത്തിയെല്ലാം അവളെ സന്തോഷിപ്പിക്കാൻ മാത്രമായിരുന്നു. പിതാവിന്റെ മുതലെല്ലാം ബലമായി അപഹരിച്ചു കൊണ്ടുവന്ന് അവൾക്കായി ചിലവാക്കി. അനാഥരും വൃദ്ധരുമായ മാതാപിതാക്കളെയും പരമസാന്നിധ്യം സ്വാദ്വിയും വശീകരണ വിദ്യകളൊന്നും അറിയാത്തവളുമായ ധർമ്മപത്നിയെയും നിർദ്ദയം കൈവെടിഞ്ഞു. വ്യഭിചാരിണിയായ ദാസിയിൽ ഭ്രമിച്ച് സ്വധർമ്മം വെടിയുക മാത്രമല്ല, അധർമ്മങ്ങളെ നിരന്തരം ചെയ്തു ജീവിച്ചു. ധനാദികളെ കട്ടും കവർന്നും കൊണ്ടുവന്ന് ആ ദാസിയെയും കുടുംബത്തെയും തീറ്റിപ്പോറ്റി. ആ പാപകർമ്മങ്ങളുടെ ഭവിഷ്യത്തെ എന്തെന്ന് ഓർമ്മിച്ചതേയില്ല. അങ്ങനെ ശാസ്ത്രവിധികളെ അതിക്രമിച്ച് സജ്ജനങ്ങൾ നിന്ദിക്കത്തക്ക വിധം ദുഷ്കർമ്മങ്ങളെ നിരന്തരം ചെയ്തുകൊണ്ട് വളരെ കാലം കഴിച്ചുകൂട്ടി. അവന്റെ പാപത്തിന്റെ പ്രതീക്ഷ സ്വരൂപങ്ങളെന്ന വണ്ണം ദാസിയിൽ 10 പുത്രന്മാർ ഉണ്ടായി. അവരെ ലാളിച്ചുകൊണ്ടും വേശിയെ സേവിച്ചുകൊണ്ടും അവന്റെ ദുഷിച്ച ജീവിതം 88 വയസ്സുവരെ കഴിഞ്ഞു. ഏതോ സുഹൃതവിശേഷത്താൽ ഒടുവിലത്തെ മകന് നാരായണൻ എന്ന് പേരിട്ടു. അവനിൽ പിതാവിന് അളവറ്റ വാത്സല്യമുണ്ടായിരുന്നു. പുത്രന്റെ ബാലക്രീഡകളിലും അവ്യക്ത മധുരമൊഴികളിലും അയാൾ അതീവ സന്തോഷിച്ചു. അവനെ തന്നോടൊപ്പം ഭുജിപ്പിക്കും, കൂടെ കിടത്തിയുറക്കും, അടിക്കടി നാരായണ നാരായണ എന്ന് വാത്സല്യപൂർവ്വം വിളിക്കും. അങ്ങനെയിരിക്കെ അവനറിയാതെ മരണസമയം വന്നു. അപ്പോഴും ചിന്ത ഓമനപുത്രനായ നാരായണനെക്കുറിച്ച് മാത്രമായിരുന്നു. 3 അതിഭയങ്കരന്മാർ പാശവുമായി തൻ്റെ അടുത്ത് വരുന്നത് അജാമിളൻ കണ്ടു. അവൻ പേടിച്ച് കിടുങ്ങിപ്പോയി. അപ്പോൾ കുറേ അകലെ കളിച്ചുകൊണ്ടിരുന്ന പുത്രൻ അവരെ കണ്ട് ഭയപ്പെടുമോ എന്ന ഉത്കണ്ഠയുണ്ടായി. അവരെ നോക്കി നാരായണ എന്ന് പ്രേമഗദ്ഗതകണ്ഠനായി ഉറക്കെ വിളിച്ചു. അജാമിളൻ വിളിച്ചത് പുത്രനെ ആയിരുന്നുവെങ്കിലും അത് ശ്രീഹരിനാമമായിരുന്നുവല്ലോ. തൽക്ഷണം ശ്രീനാരായണദാസന്മാർ 4 പേർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അജാമിളന്റെ സൂക്ഷ്മ ശരീരത്തെ പാശത്താൽ കെട്ടിവലിക്കുന്ന യമദൂതന്മാരെ അവർ ബലമായി തടഞ്ഞു. യമദൂതന്മാർ സംഭ്രമചിത്തരായി ചോദിച്ചു, ഇതെന്ത്? നിങ്ങളാര്? എവിടെ നിന്നു വന്നു? ധർമ്മരാജന്റെ കൽപ്പനയെ നിറവേറ്റുന്ന ഞങ്ങളെ എന്തിനു തടയുന്നു? അപ്പോൾ ഹരിദാസന്മാർ, ഓ, നിങ്ങൾ ധർമ്മരാജന്റെ ഭൃത്യന്മാരാണോ? അപ്പോൾ ധർമ്മം നന്നായിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. ധർമ്മത്തിന്റെ സ്വരൂപവും ലക്ഷണവും എന്താണ്? കേൾക്കട്ടെ. ശിക്ഷിക്കാനുള്ള മാനദണ്ഡം എന്ത്?
നിങ്ങളുടെ കയ്യിൽ അകപ്പെടുന്നവരെയെല്ലാം ദണ്ഡിക്കണമെന്നാണോ നിങ്ങളുടെ ചട്ടം? അപ്പോൾ യമദൂതന്മാർ, സാക്ഷാൽ ശ്രീനാരായണന്റെ നിശ്വാസങ്ങളായ വേദങ്ങൾ വിധിച്ചത് ധർമ്മവും നിഷേധിച്ചത് അധർമ്മവുമാകുന്നു. ജീവരാശികൾ ചെയ്യുന്ന സകല ധർമ്മങ്ങളുടെയും നോക്കിക്കണ്ട് വിലയിരുത്താൻ അധികാരികളായി 14 പേരുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ദേവൻ, പകൽ, രാത്രി, സന്ധ്യ, ദിക്കുകൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, കാലം, ധർമ്മദേവൻ എന്നിവരാണ് അവർ. അവരെ അറിയാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവരാൽ കണ്ടറിയപ്പെടുന്ന അധർമ്മങ്ങൾക്ക് തക്ക ദണ്ഡം അനുഭവിക്കാൻ ജീവരാശികൾ ബാധ്യസ്ഥരാണ്. അതുപോലെ ധർമ്മങ്ങൾക്ക് തക്ക സ്വർഗാദി സുഖങ്ങളും ലഭിക്കുന്നു. ഒരു ക്ഷണക്കാലം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ഒരു ദേഹിക്കും സാധ്യമല്ല. സത്യ, രജ, തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഓരോ ജീവനും അവശനായി കർമ്മങ്ങൾ ചെയ്തു പോകുന്നു. കർമ്മങ്ങൾ പുണ്യം, പാപം, മിശ്രം എന്ന 3 വിധമാണ്. അതനുസരിച്ച് സ്വർഗമോ നരകമോ മനുഷ്യലോകമോ അനുഭവിക്കേണ്ടി വരുന്നു. വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളും ശബ്ദാദി പഞ്ചവിഷയങ്ങളും മനസ്സും ചേർന്ന് ലിംഗശരീരമാണ് കർമ്മങ്ങളെ ചെയ്യുന്നത്. ജീവന് കർമ്മങ്ങളുമായി ഒരു ബന്ധവുമില്ല. എങ്കിലും അധ്യാസം നിമിത്തം പരാധീനനായി താൻ ചെയ്യുന്നതായി അഭിമാനിക്കുന്നതിൽ ബന്ധനാകുന്നു. വിഷയസംഘം നിമിത്തം വന്ന ഈ ബന്ധനം തീവ്രഭക്തിയോടുകൂടി സർവേശ്വരനെ ശരണം പ്രാപിച്ച് സേവിച്ചാൽ മാത്രമേ തീരുകയുള്ളൂ. വേറെ ഉപായങ്ങളൊന്നുമില്ല. ശാസ്ത്രജ്ഞാനം സദ്ഗുണ സദാചാര സമ്പന്നനുമായിരുന്ന ഈ ബ്രാഹ്മണൻ ദുസംഗം ഹേതുവായി ശാസ്ത്രമര്യാദകളെയെല്ലാം അതിക്രമിച്ച് നിന്ദ്യകർമ്മങ്ങളെ നിരന്തരം ചെയ്തു വന്നു. പ്രായശ്ചിത്തം ചെയ്ത് പാപശാന്തി വരുത്തിയതുമില്ല. അതിനാൽ ഇവനെ ധർമ്മരാജ സന്നിധിയിൽ കൊണ്ടുപോയി തക്ക ശിക്ഷ കൊടുത്ത് തന്മൂലം ഇവന്റെ പാപശാന്തി വരുത്താനും അങ്ങനെ ഇവന് ഗുണം ചെയ്യാനുമാണ് ഞങ്ങൾ ഭവിച്ചത്. നിങ്ങൾ എന്തിന് ഞങ്ങളെ തടയുന്നു? ഇതുപോലെയുള്ള ഭാഗവത കഥകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.